ഹു കെയേഴ്സ് അതാണ് ആറ്റിറ്റ്യൂഡ്. അതാണ് നമ്മൾ കേസായിട്ട് മുന്നോട്ട് പോയാലും സംഘടനയിൽ മുന്നോട്ട് പോയാലും ഒരു സ്ത്രീകൾക്ക് നീതിയില്ല. അതാണ് എന്റെ വിഷയം. തിരിച്ചും മറിച്ചും ഒക്കെ ചോദിച്ചിട്ടും അവർ എന്റെ പേര് നിമിഷം വരെ പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ഞാനും അത് കണ്ട ഒരാളെന്ന നിലയിൽ മനസ്സിലാക്കുന്നത്. രാഹുൽ സമീപിച്ചിട്ടുള്ള എല്ലാ സ്ത്രീകളുടെ അടുത്തും നീ മാത്രം ഉള്ളൂ എന്നുള്ള രീതിയിലാണ് അയാളെ പറഞ്ഞിരിക്കുന്നത്. എൻ്റെ യുദ്ധം എന്ന് പറയുന്ന ഒരു വ്യക്തിയോടുള്ളതല്ല, തെറ്റായ സമൂഹത്തിൽ നടക്കുന്ന തെറ്റായ പ്രവണതകളോടുള്ളതാണ്. രാഷ്ട്രീയ നേതാവ് എങ്ങനെയായിരിക്കണമെന്ന് മാത്രമാണ് എൻ്റെ വിഷയം. എന്തുകൊണ്ട് പാർട്ടി രാഹുലിനെ തിരുത്തിയില്ല? ഞാൻ ഇനിയും ആ പേര് പറയുന്നില്ല, പക്ഷേ എന്നെ വീണ്ടും പ്രകോപിപ്പിച്ചാൽ ആ പേര് പറയുമെന്നാണ് ഇനി പറയുന്നത്. അവിടെ മാത്രം എനിക്കിതൊരു ഭീഷണിയായി മാത്രമേ എനിക്ക് തോന്നി. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായി ഇപ്പോൾ MLA സ്ഥാനം വരെ എത്തി നിൽക്കുന്നു. അപ്പം 3 വർഷം കൊണ്ട് എത്തിയ പരാതി എന്തുകൊണ്ട് അവിടെ പരിശോധിച്ചില്ല? നിർബന്ധിച്ചാണ് രാഹുൽ ഗർഭചിത്രം നടത്തിയതെങ്കിൽ അത് ജീവപര്യന്തം വരെ തടവ് ലഭിക്കാനുള്ള വകുപ്പാണ്. ഇത്ര അധികം ലൈംഗിക ദാരിദ്ര്യമാണോ ഇവിടെ ഉള്ളത് എന്നുള്ളതാണ്. ഇനി എന്ത് വിശ്വസിച്ച് ഈ നേതാവിനെ വീട്ടിലേക്ക് വിളിച്ചു കയറ്റും? എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഇത്തരത്തിലുള്ള കാമകേളികളുണ്ട്. വല വീശിയിരിക്കുന്ന ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളിൽ ഉള്ള വീരന്മാരുണ്ട്. പൂച്ചക്കുട്ടിയെ നമ്മൾ മറക്കില്ല. AK ശശീന്ദ്രനുണ്ട്. മാങ്കൂട്ടൽ മാത്രമല്ല, ഇത്തരം എല്ലാ നേതാക്കന്മാരുടെയും ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് കുട്ടിക്ക് ജീവിക്കാനുള്ള അവകാശം പോലെ തന്നെയാണ് അമ്മയുടെ ഗർഭപാത്രത്തിലുള്ള കുട്ടിക്കും ജീവിക്കാനുള്ള അവകാശം. ആ ഒരു അവകാശം നിഷേധിക്കുകയാണ് ചെയ്തത്. നമസ്കാരം. ജനപ്രതിനിധിയായ അല്ലെങ്കിൽ ജനങ്ങൾക്ക് മാതൃകയാകേണ്ട രാഹുൽ മാങ്കൂട്ടത്തിൽ MLA യുടെ കാമകേളികളാണ് കേരളം ചർച്ച ചെയ്യുന്നത്. കുഞ്ഞനിയൻ്റെ കുഞ്ഞു തമാശ, അയ്യേ ഞാൻ അനിയനൊന്നുമല്ല, താൻ മുടിഞ്ഞ ഗ്ലാമർ അല്ലേ എന്ന് രാഹുൽ പറയുമ്പോൾ അത് നേരിട്ട് കാണാത്തതുകൊണ്ടായെന്ന യുവതിയുടെ മറുപടി. അങ്ങനെ നീളുന്നു വാട്സപ്പ് ചാറ്റ്. യുവതി അല്ലെങ്കിൽ യുവതികൾ വന്ന് ഒരു MLAക്കെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ അവിടെ ഉയരുന്ന ഒരു ചോദ്യമുണ്ട്. ജനപ്രതിനിധിയായിരിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരൻ, അയാളുടെ നിലവാരം. ഇങ്ങനെ ഒരു ജനപ്രതിനിധിയെ ആവശ്യമുണ്ടോ? ആ സ്ഥാനത്തിരിക്കാൻ അദ്ദേഹം യോഗ്യനാണോ? ഈ വിഷയമാണ് ഇന്ന് വനിതാ ജംഗ്ഷൻ പരിശോധിക്കുന്നത്. ഐശ്വര്യ, രാഹുൽ ചോദിച്ച ഒരു ചോദ്യം കേരളക്കരയാകെ കണ്ടതാണ്. ഹൂ കേഴ്സ്? ആരും ശ്രദ്ധിച്ചില്ല എന്ന് പറയേണ്ടി വരുമോ? കേരള ജനത അത് ശ്രദ്ധിച്ചു. അതുകൊണ്ടാണ് രാജിയിലേക്ക് വരെ കാര്യങ്ങൾ നീണ്ടത്. ഒരു രാജിയിൽ മാത്രം ഒതുങ്ങുമോ ഈ രാഹുലിൻ്റെ ലൈംഗിക കേളികൾ? രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ഈ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം, യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചിരിക്കുകയാണ്. പക്ഷേ ആ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം എന്ന് പറയുന്നത് അവരുടെ ആഭ്യന്തര കാര്യമാണ്. പക്ഷേ രാജിവെക്കേണ്ടത് MLA സ്ഥാനമല്ലേ? കാരണം നിയമസഭയിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ സത്യപ്രതിജ്ഞ ചെയ്താണ് അങ്ങോട്ടേക്ക് ഒരു ജനപ്രതിനിധി കാലെടുത്ത് വയ്ക്കുന്നത്. ആ ഒരു സത്യപ്രതിജ്ഞാ ലംഘനമല്ലേ നടത്തിയിരിക്കുന്നത്? കൂടാതെ ഒരു മണ്ഡലത്തിൽ നിന്ന് വലിയ ഭൂരിപക്ഷത്തോടെ ജയിച്ച് എത്തിയ ഒരു ചെറുപ്പക്കാരനായ MLAക്കെതിരെ ഒന്നല്ല ഒരുപാട് ആരോപണങ്ങൾ വരുന്നു. ആ ആരോപണങ്ങൾ തെറ്റാണ് അല്ലെങ്കിൽ അത് ശരിയല്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത ആ ഒരു യുവ നേതാവിനുണ്ട്. പക്ഷേ ഇവിടെ അതുണ്ടായില്ല എന്ന് മാത്രമല്ല, എൻ്റെ പേര് ആരും പറഞ്ഞില്ലല്ലോ എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. പക്ഷേ കൃത്യമായി രാഹുലിനെതിരെയുള്ള തെളിവുകൾ വരെ പുറത്തു വിട്ടിട്ടും രാഹുൽ കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിലും ഹൂ കെയേഴ്സ് എന്ന ആറ്റിറ്റ്യൂഡായിരുന്നു. അപ്പോൾ അത് ജനങ്ങൾക്ക് നേരെയും നിയമവ്യവസ്ഥയ്ക്ക് നേരെയും നടത്തുന്ന ഒരു വെല്ലുവിളിയായിട്ടാണ് എനിക്ക് തോന്നിയത്. മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ, യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെക്കുമ്പോൾ അത് ഈ ജനങ്ങളതെങ്ങനെ ബാധിക്കുന്നു? അതൊരു കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ കാര്യം മാത്രമാണ്. പക്ഷേ തനിക്ക് തന്നിട്ടുള്ള ആ ഒരു പദവിയിൽ നിന്നും അദ്ദേഹം രാജിവെച്ച് ഈ ആരോപണങ്ങളെല്ലാം നേരിട്ട് താൻ സത്യസന്ധനാണെങ്കിൽ അത് തെളിയിക്കുക തന്നെ വേണം, അല്ലേ അശ്വതി? തീർച്ചയായും ഐശ്വര്യ സൂചിപ്പിച്ച പോലെ തന്നെ പാർട്ടിയുടെ ഒരു സ്ഥാനമാനങ്ങൾ രാജിവെക്കുന്നതൊന്നുമല്ല ഒരു വിഷയം. അത് പാർട്ടി തീരുമാനിക്കേണ്ടതാണ്. പാർട്ടി തീരുമാനമെടുത്തോട്ടെ. അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു MLA ആണ് അദ്ദേഹം. ഒരു ജനത തെരഞ്ഞെടുത്തതാണ്. അവരെ നയിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ കേട്ട് അവരുടെ പരാതികൾ കേട്ട് അവരെ മുൻപോട്ട് നയിക്കേണ്ട ഒരു ജനപ്രതിനിധിയാണ്. ഇത്തരത്തിൽ എന്ത് വിശ്വാസത്തോടെയാണ് സ്ത്രീകൾ ഒരു MLA തേടി അവിടേക്ക് എത്തുന്നത്? അവരുടെ പരാതികൾ അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ ചോദിക്കാൻ അല്ലെങ്കിൽ പറയാനായിരിക്കുമല്ലോ അവർ തിരഞ്ഞെടുത്ത ഒരു MLA തേടി അവരങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ മുറിയെടുക്കട്ടെ അല്ലെങ്കിൽ എൻ്റെ കൂടെ വരുമോ, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു MLAയുടെ അടുത്ത് അല്ലെങ്കിൽ അത്തരത്തിൽ പെരുമാറുന്ന ഒരു MLAയുടെ അടുത്തേക്ക് എത്ര ധൈര്യത്തോടെയാണ് ഒരു സ്ത്രീ ചെല്ലേണ്ടത് എന്നുള്ള ചോദ്യം അവിടെ ഉയരുന്നു. ഒരു MLA നമ്മുടെ സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള ആരോപണം നേരിട്ടൊന്നും രാജിവെച്ചിട്ടില്ല
എന്നുള്ളതാണ്. അതിനൊക്കെ ഒത്തിരി ഉദാഹരണങ്ങളുണ്ട്. എൽദോസ് കുന്നപ്പള്ളി ഉണ്ട്, എം വിൻസെൻ്റ് ഉണ്ട്, അതോടൊപ്പം തന്നെ നമ്മുടെ എം മുകേഷ് ഉണ്ട്. അന്നൊന്നുമില്ലാത്ത ഒരു നീതി അല്ലെങ്കിൽ നീതികേട് ഇപ്പോഴെന്തിനാണ് എന്നുള്ള ചോദ്യമൊക്കെ ഉയരും. പക്ഷേ അതൊക്കെ അവിടെ നിൽക്കട്ടെ. അന്നൊക്കെ ഒരു ആരോപണങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഈ ആരോപണത്തിൻ്റെ ഡെപ്ത് ഇത്രയും ആയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ വന്ന ഡെപ്ത് എത്ര വലുതാണ് ഐശ്വര്യ. കാരണം ഇങ്ങനെ ഒരു ആരോപണം ഈ അടുത്ത കാലത്ത് അല്ലെ ഈ സമീപകാലത്ത് കേട്ടിട്ടുണ്ടോ എന്നുള്ളത് പോലും സംശയമാണ്. അപ്പോൾ തീർച്ചയായും അതിന് മാതൃകയാകേണ്ട രാഹുലാണ്, രാഹുലിൻ്റെ പാർട്ടിയാണ്. അത് പാർട്ടി നേതൃത്വം നൽകുന്ന ഒരു സ്ഥാനം രാജിവെച്ചുകൊണ്ടല്ല ആ മാതൃക കാട്ടേണ്ടത്. ഇതിനു മുൻപും ആരോപണങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെ ചില നേതാക്കൾക്കെതിരെയും ഇതുപോലെ ഉയർന്നിട്ടുണ്ട്. പക്ഷേ അവർക്കെതിരെ എന്ത് നടപടി സ്വീകരിച്ചു, അല്ലെങ്കിൽ അവർ രാജിവെച്ചില്ലല്ലോ എന്നൊന്നും പറയുന്നതിൽ ഒരു ധാർമ്മികതയുമില്ല. കാരണം അവരങ്ങനെ ചെയ്തതുകൊണ്ട് എനിക്കെതിരെ ഇങ്ങനൊരു വിഷയം വരുമ്പോൾ ഞാനും രാജിവെക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറയുന്നതല്ല ശരി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായത് ഗുരുതരമായ ആരോപണങ്ങളാണ്. ഇപ്പോൾ ആദ്യം ഈ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഒരു യുവ നടി ആരോപണവുമായി ആദ്യം രംഗത്ത് വരുന്നു. അതിനുശേഷം അതാണ് ഐശ്വര്യ, അതെടുത്ത് പറയണം. 3 വർഷം മുൻപാണ് ഈ പരാതി റിനി ആൻ ജോർജ് നൽകുന്നത്. അന്ന് പാർട്ടി പരിശോധിക്കട്ടെ അല്ലെങ്കിൽ പാർട്ടി ചർച്ച ചെയ്യട്ടെ എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുമ്പോഴും എന്തുകൊണ്ട് നടപടി അന്ന് സ്വീകരിച്ചില്ല? അപ്പോഴും ഈ യുവ നേതാവ് വളർന്നുകൊണ്ടിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായി ഇപ്പോൾ MLA സ്ഥാനം വരെ എത്തി നിൽക്കുന്നു. അപ്പോൾ 3 വർഷം കൊണ്ട് എത്തിയ പരാതി എന്തുകൊണ്ട് അവിടെ പരിശോധിച്ചില്ല? അത് തന്നെ പാർട്ടിയെ മുൾമുനയിൽ നിർത്തുന്ന ചോദ്യം തന്നെയാണ് ഉന്നയിക്കുന്നത് എന്നുള്ളതാണ്. അന്നൊന്നും എടുക്കാത്ത പരാതി അല്ലെങ്കിൽ ആ പെൺകുട്ടിക്ക് തുറന്നു പറയേണ്ടി വരുന്നു, മാധ്യമങ്ങൾക്ക് മുൻപിൽ തുറന്നു പറയേണ്ടി വരുന്നു. 3 വർഷം മുൻപുണ്ടായ പരാതിയിൽ നടപടിയൊന്നും സ്വീകരിക്കാത്തത് കൊണ്ടാണല്ലോ ആ യുവതിക്ക് നേരിട്ട് വന്ന് മാധ്യമങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തേണ്ടി വന്നത്. ഈ പറഞ്ഞതുപോലെ റിനി ആൻ ജോർജ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുന്നത് കഴിഞ്ഞ ദിവസമാണ്. അപ്പോൾ ഈ സമൂഹ മാധ്യമങ്ങൾ പരിശോധിച്ചാൽ മതിയാകും, ഇതൊരു സരിതയുടെ വേർഷൻ 2 ആണ്. അതായത് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അത്രയും ജനസമ്മതിയുള്ളൊരു നേതാവാണ്, യുവ നേതാവാണ്. ആ നേതാവിനെ അട്ടിമറിക്കാൻ, ഇനിയൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കാതിരിക്കാനുള്ള ഒരു അട്ടിമറിയാണ് ശ്രമങ്ങളെന്നൊക്കെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ആളുകളൊക്കെയും പറയുന്നത്. പക്ഷെ അവിടെ മനസ്സിലാക്കേണ്ട കാര്യം, റിനി ആൻ ജോർജ് ഒരിക്കലും ഒരു സുപ്രഭാതത്തിൽ വന്ന് പരാതി കൊടുത്ത ഒരാളല്ല. ഇതിനു മുൻപ് VD സതീശന്, അതായത് പിതൃതുല്യനായാണ് VD സതീശനെ കാണുന്നതെന്നും വളരെ അടുപ്പമുള്ള ആളാണ് എന്നും അദ്ദേഹത്തിന് നേരെ ഈ പരാതിയുമായി ചെന്നിരുന്നു എന്നും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു എന്നുമാണ് റിനി ആൻ ജോർജ് പറയുന്നത്. ഇത് VD സതീശൻ നിഷേധിക്കുന്നുമില്ല. അതിനുശേഷം മാധ്യമങ്ങൾക്ക് മുന്നിൽ റിനി പേര് ഇതുവരെയും വെളിപ്പെടുത്തിയിട്ടില്ല. ഏത് നേതാവാണെന്നോ ഏത് പാർട്ടിക്കാരനാണെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അതിനുശേഷമുള്ള ഇന്നലെ റിനി പറഞ്ഞ ഒരു കാര്യം മാത്രമാണ് എന്നെ സംശയത്തിലാക്കുന്നത്. അതായത് ആ ഒരു നേതാവിൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരാൻ വേണ്ടി, ആ ഒരു സ്വഭാവത്തിൽ ഒരു നവീകരണം വരാൻ വേണ്ടിയാണ് ഞാൻ ഇത്തരം കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. ഞാൻ ഇനിയും ആ പേര് പറയുന്നില്ല, പക്ഷേ എന്നെ വീണ്ടും പ്രകോപിപ്പിച്ചാൽ ആ പേര് പറയുമെന്നാണ് റിനി പറയുന്നത്. അവിടെ മാത്രം എനിക്കിതൊരു ഭീഷണിയായി മാത്രമേ എനിക്ക് തോന്നി. കാരണം നമുക്ക് വേണമെങ്കിൽ ആ നേതാവിൻ്റെ പേര് പറയാം, അല്ലെങ്കിൽ നേതാവിൻ്റെ പേര് പറയാതെ എന്നോട് മോശമായി പെരുമാറി എന്ന് പറയാം. അതുവരെ വളരെ കറക്റ്റാണ്. കാരണം ഇതിനു മുൻപ് പരാതി നൽകിയിട്ടുമുണ്ട്. അതിനുശേഷം രാഹുൽ രാജിവെക്കുന്നു. ആ സമയം മാധ്യമങ്ങൾ പ്രതികരണവുമായി റിനിയുടെ അടുത്ത് പോകുമ്പോൾ നേതാവിൻ്റെ പേര് പറയുന്നില്ല, ഒരു നവീകരണം, ആ ഒരു ക്യാരക്ടറിൽ നവീകരണം വരാൻ വേണ്ടി മാത്രമാണ് പറഞ്ഞതെന്ന് പറയുന്നു. അപ്പോൾ ഇതൊരു ഭീഷണിയല്ലേ? കാരണം ഇനിയും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനിയും ഇത്തരം നടപടികൾ തുടർന്നാൽ, അല്ലെങ്കിൽ തൻ്റെ MLA സ്ഥാനം വരെ തെറിപ്പിക്കാനുള്ള ശേഷി ഈ എതിർഭാഗം നിൽക്കുന്ന ആൾക്കുണ്ട് എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയല്ലേ ഇത്തരം ഒരു ഭീഷണിയായി എനിക്ക് തോന്നി. അവിടെ മറ്റൊരു തലമുണ്ട്. അതിനുശേഷം രാഹുലിന് നേരെ വന്ന ഒരു ആരോപണമാണ് ഗർഭഛിദ്രം എന്ന് പറയുന്നത്. ഒരു ഓഡിയോ സന്ദേശം പുറത്തു വരുന്നു. അവിടെയും രാഹുൽ നിർബന്ധിക്കുകയാണ് ഗർഭഛിദ്രത്തിന്. നമ്മൾ എന്ത് ചെയ്യും, അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ചോദിക്കുകയാണ്. അത് രാഹുലാണ് എന്നുള്ളത് വ്യക്തമാണ്. കാരണം ശബ്ദ സന്ദേശത്തിലും മെസ്സേജുകളിലുമൊക്കെയും അത് ക്ലിയർ ആണ്. അപ്പോൾ ഇനി നടപടി എന്ന് പറയുന്നത്, ആ പെൺകുട്ടി ഇതുവരെയും പരാതിയുമായി രംഗത്ത് വന്നിട്ടില്ല. പക്ഷേ രാഹുൽ ഒരു ജനപ്രതിനിധിയാണ്. രാഹുൽ ഒരിക്കലും ഇങ്ങനെയല്ല പെരുമാറേണ്ടത്. ഇത്തരം കേസുകളിൽ രാഹുലിനെതിരെ നമുക്ക് നടപടിയെടുക്കാൻ സാധിക്കും. അതായത് അതിന് ആ പെൺകുട്ടിയുടെ കൺസെൻറ്റ് വേണ്ട, പെൺകുട്ടിയുടെ വീട്ടുകാരുടെ കൺസെൻറ്റ് വേണ്ട, ഒന്നും വേണ്ട. കാരണം ഒരു കുട്ടിക്ക് ജീവിക്കാനുള്ള അവകാശം പോലെ തന്നെയാണ് അമ്മയുടെ ഗർഭപാത്രത്തിലുള്ള കുട്ടിക്കും ജീവിക്കാനുള്ള അവകാശം. ആ ഒരു അവകാശം നിഷേധിക്കുകയാണ് ചെയ്തത്. അവിടെ ആ ഒരു അമ്മയുടെ അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ സമ്മതമില്ലാതെ നിർബന്ധിച്ചാണ് രാഹുൽ ഗർഭഛിദ്രം നടത്തിയതെങ്കിൽ അത് ജീവപര്യന്തം വരെ തടവ് ലഭിക്കാനുള്ള വകുപ്പാണ്. അതുകൊണ്ടാണ്
അതുകൊണ്ടാണ് രാഹുൽ എന്തുകൊണ്ടാണ് നിയമപരിരക്ഷ എന്നുള്ളത് തേടിപ്പിടിച്ചു പോകുന്നത്? എന്തുകൊണ്ടാണ് രാഹുൽ അത് ചെയ്തില്ല എങ്കിൽ നിയമത്തിൻ്റെ സഹായം അല്ലെങ്കിൽ നിയമ വഴിയിൽ പോകും എന്ന് രാഹുൽ തന്നെ സമ്മതിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, പാർട്ടിയിൽ ഇതുപോലെ പല അനുഭവങ്ങളും പല വനിതകൾക്കും ഉണ്ടായിട്ടുണ്ട് എന്ന് തുറന്ന് സമ്മതിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെയെങ്കിൽ അത്തരത്തിൽ പാർട്ടിയിൽ നേരത്തെയും പരാതികൾ എത്തിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് പാർട്ടി രാഹുലിനെ തിരുത്തിയില്ല? പ്രതിപക്ഷ നേതാവ് ഉള്ളം കയ്യിൽ കൊണ്ടു നടക്കുന്ന ഒരു നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. എന്തുകൊണ്ട് അദ്ദേഹം ഇതിനൊക്കെ മറുപടി ഇപ്പോഴും പറയുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹം രാഹുലിനെ തിരുത്തിയില്ല എന്നുള്ള ചോദ്യമുണ്ട്. മറ്റൊരു കാര്യം ഐശ്വര്യ, എന്നെ ഏറെ ഞെട്ടിച്ചത് ഇത്ര അധികം ലൈംഗിക ദാരിദ്ര്യമാണോ ഇവിടെ ഉള്ളത് എന്നുള്ളതാണ്. ഇത് രാഹുലിനെ കോട്ട് ചെയ്ത് തന്നെ ഞാൻ ചോദിക്കുകയാണ്. ഒരു ട്രാൻസ്ജെൻഡർ യുവതി അവന്തിക വന്നിരുന്ന് പറയുന്നത് കേട്ട് തന്നെ കഴിഞ്ഞാൽ നമ്മുടെ തൊലി അങ്ങോട്ട് ഉരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമാണ്. നിന്നെ എന്താണ് ബലാത്സംഗമായി എനിക്ക് പീഡിപ്പിക്കണം എന്ന തരത്തിലുള്ള, അതും ഒരു ട്രാൻസ്ജെൻഡർ യുവതിയുടെ അടുത്ത് രാഹുൽ ഒരു MLA ആയിരിക്കുന്ന ജനപ്രതിനിധി എന്ന് ചോദിക്കുകയാണ്. ഇതൊക്കെ എങ്ങനെയാണ്, എന്താണ് മനസ്സിലാക്കേണ്ട ഐശ്വര്യ? അപ്പോൾ എങ്ങനെയാണ് രാഹുലിൻ്റെ ആ മനസ്സിലെ വൈകൃതം കടന്നു പോകുന്നത് എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ പറയുമോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുമോ എന്നുള്ളത് ഇപ്പോഴും സംശയം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായും അതിലൊരു ഉദാഹരണം എന്താണെന്ന് ഞാൻ പറയാം. അതായത് M. മുകേഷ് MLA ഒക്കെ കാര്യങ്ങൾ വന്നപ്പോൾ ഘോരം പ്രസംഗിച്ച ഒരാളാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തി. ആ വ്യക്തിയിൽ നിന്നുമാണ് ഇത്തരമുള്ള ചേഷ്ടകൾ വന്നത്. അത് അക്ഷരാർത്ഥത്തിൽ കേരള ജനതയെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഈ പറഞ്ഞതുപോലെ മുകേഷിന്റെ വിഷയം വന്നപ്പോഴും രാഹുൽ ഏത് വിഷയം വന്നാലും ഒരു തീപ്പൊരി പ്രസംഗത്തിന്റെ ഒരു നേതാവാണ്. അല്ലെങ്കിൽ രാഹുൽ എങ്ങനെയാണ് വളർന്നു വന്നത്? ഈ ചാനൽ ചർച്ചകളിലൂടെ ചാനൽ വളർത്തിയ യുവ നേതാവാണ് രാഹുൽ എന്ന് പറയുന്നത്. അല്ലാതെ ഈ മൂത്ത് പഴുത്ത ഒരു നേതാവല്ല. പെട്ടെന്ന് ഈ ചാനൽ ചർച്ചകളിലൂടെ വരുന്നു, അവിടെ നിന്ന് ഈ തീപ്പൊരി പ്രസംഗങ്ങൾ, എതിരാളിക്ക് ഒത്ത പോരാളിയായുള്ള പെർഫോമൻസ്, അവിടെ നിന്നാണ് പെട്ടെന്ന് പാലക്കാടേക്കുള്ള സ്ഥാനാർത്ഥിത്വം ലഭിക്കുന്നത്. അങ്ങനെയാണ് സരിനെ അവിടെ വെട്ടുന്നത്. അങ്ങനെ രാഹുൽ അവിടെ ഒരു നേതാവാണ്. ഷാഫി പറമ്പിലൊക്കെ വളരെയധികം സമ്മർദ്ദം ചെലുത്തിയാണ് രാഹുലിനെ അവിടെ ഒരു സ്ഥാനാർത്ഥിയാക്കുന്നത് പോലും പാലക്കാട്. അവിടെ നിന്ന് വലിയ ഭൂരിപക്ഷത്തോടെ ജയിക്കുന്നു. ആ ജയിക്കുന്ന സമയത്തും അവിടെയുള്ള ആളുകൾ ആ ഒരു പ്രസംഗവും ഈ മാധ്യമങ്ങളിലൂടെ വന്നുള്ള അത്തരം എതിരാളികളെ ഈ തറ പറ്റിക്കുന്ന രീതിയിലുള്ള പ്രസംഗങ്ങളൊക്കെയാണ് രാഹുൽ എപ്പോഴും പറയുന്നത്. അതുകൊണ്ട് തന്നെ രാഹുലിൽ നിന്നും ഇത്തരം അനുഭവങ്ങൾ അല്ലെങ്കിൽ ഇത്തരം പ്രവൃത്തികൾ ഉണ്ടാകുമോ എന്നുള്ളത് സാധാരണക്കാർക്ക് എപ്പോഴും സംശയമുണ്ടാകുന്ന കാര്യമാണ്. പക്ഷേ ഒന്നല്ല, ഒരുപാട് ആരോപണങ്ങളാണ് രാഹുലിനെതിരെ വരുന്നതും ആ തെളിവുകൾ സഹിതമാണ് ഈ പെൺകുട്ടികൾ പുറത്തുവിട്ടത്. നമുക്കറിയാം, ഈ രാഹുൽ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു MLA ആണ്. ഒരു MLAക്ക് ഇങ്ങനെയൊക്കെ പറയാൻ സാധിക്കുമോ? താൻ നിൽക്കുന്ന പൊസിഷൻ, താൻ ഒരു മണ്ഡലത്തിലെ ജനങ്ങളെ ആകെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരാളാണ്. ആ മണ്ഡലത്തിൽ ഏതൊരു വീട്ടിലും കയറി ചെല്ലാൻ പറ്റുന്ന, അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനുള്ളൊരു നേതാവാണ് രാഹുൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി എന്ത് വിശ്വസിച്ച് ഈ നേതാവിനെ വീട്ടിലേക്ക് വിളിച്ചു കയറ്റും? കോൺഗ്രസ് എങ്ങനെയാണ് രാഹുലിനെ സംരക്ഷിച്ചത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അതായത് ഇതിനു മുൻപ് 3 വർഷങ്ങൾക്ക് മുൻപ് ഈ VD സതീശന് നേർക്ക് ഇത്തരം പരാതികളുമായി പോയപ്പോൾ VD സതീശൻ അത് പറഞ്ഞ് മനസ്സിലാക്കി വിടുകയാണ് ചെയ്തത്. അല്ലാതെ ആ ഒരു നേതാവിനെ തിരുത്തുകയല്ല ചെയ്തത്. അതിനുശേഷം പല ആളുകളുടെ പ്രസംഗങ്ങളും ഈ പ്രതികരണങ്ങളും എടുത്താൽ മനസ്സിലാകും. അതിൽ ആദ്യത്തെ ഒരാളാണ് BJP നേതാവായ B. ഗോപാലകൃഷ്ണൻ. അദ്ദേഹം നിരന്തരം പറയുന്നൊരു കാര്യമാണ്, ഈ കോൺഗ്രസിലെ വിശ്വസിക്കാൻ കൊള്ളാത്ത അല്ലെങ്കിൽ അത്തരം സ്വഭാവശുദ്ധി ഇല്ലാത്തൊരു നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അദ്ദേഹത്തിന് ഫോൺ കോൾ പോലും വന്നു എന്നാണ് പറയുന്നത്. അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം ഒരു ചർച്ചയിൽ പങ്കെടുത്തതിന് ശേഷം അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പല വേദികളിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, പിന്നെ അദ്ദേഹത്തിന് ഫോൺ കോൾ വന്നു, അതായത് താങ്കൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ താങ്കളോടൊപ്പം ഇരുന്ന് സംസാരിക്കാൻ യോഗ്യതയില്ലാത്ത ഒരു മനുഷ്യനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ളതൊക്കെ അദ്ദേഹത്തിന് ഫോൺ കോളിലൂടെയൊക്കെ വന്ന് എന്നുള്ള കാര്യമൊക്കെ അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത് അതൊന്നുമല്ല ഐശ്വര്യ. നമ്മളിപ്പോൾ രാജിയുടെ കാര്യമൊക്കെ പറഞ്ഞു, അത് ഇത്ര വലിയ ഇഷ്യൂ ആക്കേണ്ടതുണ്ടോ? ഇത് പല രാഷ്ട്രീയക്കാരും നേരിട്ട കാര്യമല്ലേ, കാലാകാലങ്ങളായി നേരിട്ട കാര്യമല്ലേ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നു. അത് ശരിയാണ്. 1964 PT ചാക്കോ രാജിവെച്ചതിലൂടെയാണ് രാജി തുടങ്ങുന്നത് തന്നെ. അത് മറ്റൊരു കഥ. ഒരു സ്ത്രീയെ അദ്ദേഹം PG യാത്രയിൽ ഒരു സ്ത്രീയെ കാറിൽ കൂട്ടി എന്നതാണ് അദ്ദേഹം ചെയ്ത കാര്യമെന്ന് പറയുന്നത്. അത് വലിയ കോളിളക്കം സൃഷ്ടിക്കുകയും പിന്നീട് അദ്ദേഹത്തിന് രാജിവെച്ച് പോകേണ്ടി വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് വരുന്നത് PK കുഞ്ഞാലിക്കുട്ടി ഐസ്ക്രീം പാർലർ കേസാണ്. അതും മന്ത്രിസ്ഥാനം അദ്ദേഹം രാജിവെക്കേണ്ടി വന്നു. അങ്ങനെ ഇങ്ങോട്ട് നോക്കിയാൽ നീലലോഹിതദാസ് നാടാർ IAS ഉദ്യോഗസ്ഥയോട് മോശമായി പെരുമാറി. പിന്നെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് പേരുകൾ പറയേണ്ടി വരും. PJ ജോസഫ് ഉണ്ട്, KB ഗണേഷ് കുമാർ ഉണ്ട്, അതോടൊപ്പം തന്നെ പൂച്ചക്കുട്ടിയെ നമ്മൾ മറക്കില്ല, AK ശശീന്ദ്രനുണ്ട്. അങ്ങനെ ഒരുപാട് കേസുകളുണ്ട്. പക്ഷേ അതിൽ നിന്നുമൊക്കെ വ്യത്യസ്തമാണ്. അതൊക്കെ ഒന്നോ അല്ലെങ്കിൽ ഒന്നിലൊക്കെ ഒതുങ്ങി നിൽക്കുന്ന ആരോപണമാണ്. പക്ഷേ ഇത് രാഹുലിനെതിരെ എത്ര ആരോപണങ്ങളാണ്, ഒന്നിന് പിറകെ ഒന്നായി, ഇനിയും കൂടുതലും ഇനിയും വരാൻ
നേരിടാനുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെ പല ഘോരഘോര പ്രസംഗങ്ങൾ നടത്തി വെള്ളപൂശി ഇങ്ങനെ നടക്കുമ്പോൾ രാഹുലിൻ്റെ വ്യക്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുകയല്ലേ എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. പിന്നെ പല രാഷ്ട്രീയ പാർട്ടികളും മുന്നോട്ട് വരുന്നുണ്ട് വെള്ളപൂശാനായിട്ട്. പക്ഷേ അതിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഇത്തരത്തിലുള്ള കാമകേളികളുണ്ട്. വല വീശിയിരിക്കുന്ന ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ ഉള്ള വീരന്മാരുണ്ട് എന്ന് തന്നെ പറയാം. അതിനൊരു ഉദാഹരണമാണ് പി കെ ശശി എന്തായിരുന്നു? ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ നേരിട്ട ആളാണ്. 6 മാസം പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്ത ഒരാൾ കൂടിയാണ്. ഇപ്പോൾ എന്താണ്? പൊളിറ്റിക്കൽ ഓഫീസ് ഭരിക്കുന്നത് ആരാണ്? സംസ്ഥാനത്തെ, അതായത് ഭരണസിരാ കേന്ദ്രത്തിലെ പൊളിറ്റിക്കൽ ഓഫീസ് ഭരിക്കുന്നത് പി കെ ശശിയാണ്. അപ്പോൾ ഇതിലൊക്കെ കഴമ്പുണ്ടോ? അല്ലെങ്കിൽ ഇതിലൊക്കെയുള്ള മാനദണ്ഡങ്ങൾ, നടപടിയൊക്കെ എവിടെ എത്തി നിൽക്കുന്നു? വീണ്ടും ഇവരൊക്കെ തല പൊങ്ങി വരും എന്ന് തന്നെയാണ് ഞാൻ അനുമാനിക്കുന്നത്. ഇത്തരം ആരോപണങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഭാവിയിൽ അവർ ഏതെങ്കിലും ഒരു സ്ഥാനത്ത് എത്തും എന്നുള്ളതാണ്. എന്ത് സംഭവിച്ചാലും, എന്ത് തെറ്റ് ചെയ്താലും പാർട്ടി സംരക്ഷിക്കാൻ ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും പേടിക്കാനല്ലല്ലോ. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ മറ്റു പാർട്ടികളുടെ കാര്യം എടുത്തു കഴിഞ്ഞാലും, ഇപ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ കാര്യം എടുത്താലും, അതുപോലെ ഈ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ, ആ സമയത്ത് അദ്ദേഹത്തിനെതിരെയും ഒരുപാട് ആരോപണങ്ങൾ ഉയർന്നിരുന്നതാണ്. ഇപ്പോഴും ഈ അടുത്ത കാലങ്ങളിൽ പല കോണുകളിൽ നിന്നും വിവാദം ഉയരുന്നില്ലേ? അത് വിട്ടൊഴിയാതെ ഒരു സ്പീക്കർ, മുൻ സ്പീക്കറാണ്, ആ സ്പീക്കറെ വിട്ടൊഴിയാതെ ഇപ്പോഴും വിവാദങ്ങൾ പിന്തുടരുന്നുണ്ട്. പക്ഷേ അപ്പോഴും അദ്ദേഹം ഏതൊക്കെ സ്ഥാനങ്ങളാണ് ഇപ്പോൾ വഹിക്കുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല, ഇത്തരം എല്ലാ നേതാക്കന്മാരുടെയും ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഹൂ കെയേഴ്സ്, അത് തന്നെയാണ് അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നതും. അതായത് എന്ത് സംഭവിച്ചാലും പാർട്ടി സംരക്ഷിക്കാനുണ്ടെങ്കിൽ പിന്നെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അത് തന്നെയാണ് കഴിഞ്ഞ ദിവസത്തെ രാഹുൽ മാങ്കൂട്ടത്തിലെ വാർത്താ സമ്മേളനത്തിലും കാണാൻ സാധിച്ചത്. താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, താൻ ഇതിൽ നിരപരാധിയാണ്. തൻ്റെ പേര് ആരും പറഞ്ഞിട്ടില്ലല്ലോ. ഈ യുവനടി എന്ന് പറയുന്നത് തൻ്റെ അടുത്ത സുഹൃത്താണ്. പക്ഷെ തന്നെക്കുറിച്ചല്ല ഈ ആരോപണങ്ങളൊന്നും എന്നാണ് രാഹുൽ പറയുന്നത്. അതിനുശേഷം തനിക്കെതിരെ ആരെങ്കിലും പരാതിപ്പെട്ടാൽ അതിനെ നിയമപരമായി നേരിടാമെന്നാണ് രാഹുൽ പറയുന്നത്. അല്ലാതെ താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് രാഹുൽ പറയുന്നില്ല. മാധ്യമപ്രവർത്തകരുടെ നിരന്തരമായ ചോദ്യത്തിന് രാഹുൽ പറയുന്നൊരു കാര്യമുണ്ട്, കേസുമായി പോട്ടെ, അങ്ങനെ ഒരു പരാതി വന്നു കഴിഞ്ഞാൽ നിയമപരമായി നേരിടും. അല്ലാതെ ചങ്കൂറ്റത്തോടെ ഇല്ല, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, വന്നു എന്നുള്ളതാണ് ഐശ്വര്യ. വി ഡി സതീശന്റെ മാനസപുത്രനാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ അദ്ദേഹം വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഈ പരാതിക്കാരി അദ്ദേഹത്തിന് മകളെ പോലെയാണ്. ഒരു പിതാവ് എന്താണോ ചെയ്യുന്നത് അതാണ് താൻ ചെയ്തിട്ടുണ്ട് എന്ന് വി ഡി സതീശൻ ചങ്കുറപ്പോടെ പറയുന്നു. എങ്കിൽ 3 വർഷം മുമ്പ് കൊടുത്ത പരാതിയിൽ അദ്ദേഹം എന്ത് ചെയ്തു? ഒരു പിതാവ് അങ്ങനെയാണോ ചെയ്യേണ്ടത്? ഒരു യുവ നേതാവിനെ MLA ആക്കി, അതാണ് പിതാവ് ചെയ്തത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു മകളെ പോലെ കാണുന്ന ഒരു പെൺകുട്ടി പരാതി നൽകിയപ്പോൾ നടപടി എടുത്തു എന്ന് പറയുകയാണെങ്കിൽ ആ നടപടിയാണ് ഇന്ന് കാണുന്ന രാഹുൽ മാങ്കൂട്ടത്തിലെ MLA സ്ഥാനം എന്ന് പറയുന്നത്. തൻ്റെ ഭാഗത്ത് എത്രത്തോളം സത്യമുണ്ട് എന്ന് തെളിയിക്കേണ്ട ബാധ്യത രാഹുലിനുണ്ട്. കാരണം വലിയ ഭൂരിപക്ഷത്തിൽ പാലക്കാട് നിന്ന് ജയിച്ച് വന്ന ഒരു യുവ നേതാവാണ്, വലിയൊരു ഭാവിയുള്ള നേതാവാണ്. അപ്പോൾ താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു MLA സ്ഥാനമാണ്, അല്ലാതെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹിത്വം അല്ലെങ്കിൽ ഒരു അധ്യക്ഷ പദവി രാജിവെച്ചല്ല അന്വേഷണം നേരിടേണ്ടത്. പകരം MLA സ്ഥാനം രാജിവെച്ച് താൻ തെറ്റുകാരനല്ല എന്ന് തെളിയിക്കേണ്ട ഒരു ബാധ്യത രാഹുലിനുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം.